ഇന്നും ഒരു മഴയുള്ള ദിവസമായിരുന്നു. മഴയുള്ള ദിവസം പ്രത്യേകിച്ച് നമുക്കൊന്നും തന്നെ ചെയ്യാനേ തോന്നില്ല. ഇന്നും അതേപോലെ തന്നെ ഒരു മൂഡും ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ജോലി ചെയ്യാനുള്ള ഒരു ഉഷാറും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ കുറച്ച് ഇന്ന് പ്രോഗ്രസീവായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഡിസൈൻസ് സെലക്ട് ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഡിസൈൻസ് വരയ്ക്കാനുള്ളത് മാറ്റി വയ്ക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഡിസിഷൻ ടു ബിഗിൻ എന്ന ടോപ്പിക്കാണ്. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അത് തുടങ്ങി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു എയിം ഉണ്ടാവും. നമുക്ക് ഏത് ജോലി ചെയ്താലാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുക, ഏതൊരു ഫീൽഡ് തിരഞ്ഞെടുത്താലാണ് നമ്മൾ ഏതൊരു ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റ് അത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നമ്മൾ മാക്സിമം പെർഫോം ചെയ്യുന്ന ഉറപ്പുള്ളൊരു ഫീൽഡിലേക്ക് എങ്ങനെ തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, നമ്മളിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ് ചെയ്യാം, ഈ ബിസിനസ് ചെയ്യാമെന്ന് കുറേ ഐഡിയാസ് നമുക്കുണ്ടാവും. പക്ഷേ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത് അതെങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ആ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് അത് തുടങ്ങി വെക്കുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ടാവും, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരുന്നു, അങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എടുത്ത് വെക്കില്ല. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, കുറേ റെഫറൻസ് പലരോടും ഡിസ്കഷൻ ചെയ്യും, പലരോട് അഭിപ്രായം ചോദിക്കും, പല കാര്യങ്ങൾ പഠിക്കും, എന്നിട്ട് ഒന്നും തുടങ്ങാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളതാണ്. എന്തിലാണോ എനിക്ക് കോൺഫിഡൻറ്റ്, എന്ത് ചെയ്താൽ എനിക്ക് വിജയിക്കാൻ പറ്റും, അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഇത് തുടങ്ങി വെക്കുക എന്ന് പറയുമ്പോൾ എനിക്കിതിൽ ഒട്ടും കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഫിഡൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഒരു ക്ലോത്തിങ് ആണെങ്കിൽ പോലും ആ ക്ലോത്തിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു കാര്യത്തിനും അതിനെക്കുറിച്ചുള്ള നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റില്ല, പക്ഷേ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും കസ്റ്റമേഴ്സ് ഒരു ഡ്രസ്സ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ടൊരു ഡ്രസ്സ് വരച്ച് ആദ്യം കാണിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു സ്കില്ലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഓർഡേഴ്സ് എടുക്കാറുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു പിക്ചേഴ്സ് ഞാനിപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ വരയ്ക്കുകയാണെങ്കിൽ അവർക്കത് വരച്ച് കാണിച്ചു കൊടുക്കും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ അവർ ഓക്കെ ആണെങ്കിൽ മാത്രം ഞാൻ ഓർഡറുമായിട്ട് പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഞാൻ കാണിക്കുന്നത് അതുപോലെ ഒരു ഡിസൈൻ ഡെവലപ്പ് ചെയ്ത ഒരു ഇതാണ്. ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. പ്ലെയിൻ കളറാണ്, അവർക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് മാത്രം ചെസ്റ്റിൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് 2-3 ഔട്ട്ലൈന് വരച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വരച്ചതാണ് ഇത്. അപ്പോൾ നിങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വയ്ക്കാൻ സാധിക്കും. ബൈ ബൈ.